പുതിയ MLA-മാരുടെ പ്രകടനങ്ങൾ എങ്ങനെയുണ്ട്? താങ്കൾ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സഭയിൽ ഓളം വിട്ട് നടക്കരുതെന്ന്. അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതല്ല, അത് ഒരു അറ്റ് ദ പോയിന്റ് ഓഫ് ടൈമാണ്. നിയമസഭയിൽ നന്നായിട്ട് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. 70-ലധികം ആളുകൾ, 71 ആളുകൾ പുതിയ അംഗങ്ങളാണ്. അപ്പം നിയമസഭയുടെ ഒരു ഡെക്കറം കീപ്പ് ചെയ്യേണ്ടത് അവരുടെ തന്നെ ആവശ്യമാണ്. അവരതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. ആരെങ്കിലും ഒരാളതിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചാൽ മതി. അത് ഓർമ്മിപ്പിക്കാൻ ബാധ്യതയുള്ള ആളുകൾ സ്പീക്കർ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ തിരുവഞ്ചൂർ എന്ന് കേൾക്കുമ്പോൾ ആകാശവാദ താങ്കളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇപ്പോൾ പുതിയ ഒരു മാനം വന്നിരിക്കുകയാണ്. അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതിൻ്റെ പുരോഗതി എങ്ങനെയായിരിക്കും? അതിനിപ്പോൾ ബജറ്റിൽ തന്നെ തുക സഫീഷ്യൻ്റായിട്ടുള്ള തുക വെച്ചിട്ടുണ്ടല്ലോ. ഇനി അതിൻ്റെ ചർച്ച നടത്തി മുന്നോട്ട് പോകണം. ഇപ്പം അവിടെ നടക്കുന്ന നിർമ്മാണം ഒരു 25 കൊല്ലം മുമ്പുള്ള അന്നത്തെ ടെക്നോളജി അനുസരിച്ചാണ്. അത് പ്രാക്ടിക്കലായി വന്നപ്പോൾ കുറച്ച് താമസം വന്നു. ഇന്നിപ്പോൾ 10 കൊല്ലക്കാലം അത് തൊടാതിരുന്നത് കൊണ്ട് കുറച്ചുകൂടി ഡ്രാഗ് ചെയ്തു പോയി. അതുകൊണ്ട് പുതിയ ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ ഈ നഗരത്തിൻ്റെ മധ്യത്തിൽ നഗരജനതയുടെ മുഴുവൻ ഹൃദയം കവരാൻ പറ്റത്തക്ക വിധത്തിൽ നല്ല ഭംഗിയായ ഒരു നിർമ്മാണം, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാം പൂർണ്ണമായ രൂപത്തിലേക്ക് എത്തും എന്നാണ് എൻ്റെ വിശ്വാസം. സഭയിലെ തിരക്കിനെ കുറിച്ച് ഒരിക്കൽ മന്ത്രി ഷിബു ബേബി ജോൺ ഒരു പരാതി എന്നോണം പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് നിയമസഭയ്ക്കകത്തോട്ട് ആളുകൾ വരുന്നതാണ്. അപ്പം നമുക്ക് എല്ലാം കെട്ടിപ്പൂട്ടി അതിനകത്ത് ആരെയും കയറ്റില്ല എന്നൊരു നിലപാടെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു നിയന്ത്രണത്തിന് വിധേയമായിട്ടും പോകണം. ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പക്ഷേ പുതിയൊരു നിയമസഭയില്ലേ, അവിടെ കൂടെ വരുന്ന MLA-മാരോടൊപ്പവും മറ്റ് ജനപ്രതിനിധികളോടൊപ്പവും ബന്ധത്തുന്ന പ്രധാനപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ അതൊരു നിയന്ത്രണത്തിന് വിധേയമായി പോകണമെന്നുള്ള വികാരത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് എന്നെനിക്ക് തോന്നുന്നു. അത് ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷൻ പറഞ്ഞു. അതിനോട് അദ്ദേഹം പൂർണ്ണമായി യോജിക്കുകയും ചെയ്തു.